ഇത് അടിയുണ്ടാവും. സത്യം സത്യം കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമല്ല ഗൈസ്. പക്ഷേ പറയും നമ്മൾക്ക് ഇഷ്ടമല്ല. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹൂ നോ മീ ബെറ്റർ ആയിട്ടായി. ഞാൻ ചോദിക്കും, ഇവരൊക്കെ പറയും. അതെ, അതിൻ്റെ പേര് പറ, നമുക്ക് പരിചയപ്പെടുത്താം. ദേവിക. ആ, ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടാ. അപ്പോൾ എന്നെ അറിയാൻ നോക്കാം, ആർക്കും എന്നെ പറ്റി അറിയാൻ നോക്കാട്ടാ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ സ്ഥലം എവിടെയാ, ഞാൻ എവിടെ നിന്ന് വരണേ? അങ്ങനെ പറയല്ലേ, തൃശ്ശൂർ വളപ്പായ. അല്ല, മണിത്തറ. അതൊരാള് പറ, അതായത് ഏറ്റവും ആദ്യം ആരാ പറയണ അവർക്ക് കട പോയിന്റ്. അഞ്ചെണ്ണത്തില് 5 മാർക്ക് കേട്ടോ. ഓക്കെ, അപ്പൊ ആർക്കും ആദ്യം കിട്ടിയത്? ഇത് അടിയുണ്ടാവും. ഓക്കെ, ഞാൻ ആംബിവേർട്ട് ആണോ അതോ എക്സ്ട്രോവേർട്ട് ആണോ? ഇൻട്രോവേർട്ട് ആണോ? അടുത്ത ഏതാ? ആരാ ആദ്യം പറഞ്ഞേ? ഞാൻ വീഡിയോ പ്ലേ ചെയ്തോക്ക്. ഞാൻ 2 മാർക്ക് കിട്ടാ ഗൈസ്. ഓക്കെ, എനിക്ക് സ്റ്റേറ്റിന് ഫസ്റ്റ് കിട്ടി. യോഗ തെറ്റി. അതെന്ത് സാരം? ഇംഗ്ലീഷ് നാടകം. യോഗക്കല്ലേ? അല്ല, വിളിക്കുന്ന എത്ര മാർക്കാ? 2 മാർക്ക്. 5 മാർക്കില്ല കേട്ടാ. അപ്പൊ നിനക്ക് 2. ഉത്തരം പറയണ്ട്, പക്ഷെ ഇത് ആദ്യം പറയണവർക്ക് അങ്ങനെ വെച്ചോണ്ടാ. പിന്നെന്ന് പറഞ്ഞ ഇനിയിപ്പോ എന്താ ചോദിക്കുക? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ, എനിക്ക് ഏത് ഡ്രസ്സാ കംഫർട്ടബിൾ? എനിക്ക് 2 ഇഷ്ട. ചുരിദാറും ഇഷ്ട, ജീൻസും ടോപ്പും ഇഷ്ടം. അപ്പൊ നിങ്ങൾക്ക് 2 പേർക്ക് മാർക്ക്. അതെ, 3 മാർക്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കേട്ടാ, എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം? ഫുഡടി, ഉറക്കം. അത് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1 ജീൻസ്. ഞാനും പറഞ്ഞു. നീ ഒന്നും മിണ്ടിയില്ല. അവളെ പറഞ്ഞേ. നിനക്ക് 2 മാർക്കില്ലേ? എത്ര അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ ഏതാ പറയാം? നല്ല കാറ്റ്. എനിക്ക് പോണം എന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലം ആലപ്പുഴ. അല്ല, എനിക്ക് ഓർമ്മയില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് സ്ഥലങ്ങളിലേക്ക് എനിക്ക് പോകണം എന്ന് ആഗ്രഹം. വലിയ സ്ഥലങ്ങളാ. ഒരു സ്ഥലമുണ്ട്, അത് പക്ഷെ അതല്ല വലിയ സ്ഥലമല്ല. നീ പോണം പറഞ്ഞിട്ടാ. നീ അന്ന് മറ്റേ വടിക്ക് പോയില്ലേ? നീ നിന്നത് അല്ല, നീ ചെറുപ്പത്തിൽ നിന്റെ അമ്മൂമ്മയായിട്ട് നിന്നില്ലേ ഒരു സ്ഥലത്ത്? അവിടേക്ക് പോണെന്ന് പറഞ്ഞത് അതല്ല. അത് എന്റെ വേറെ ഇത് പാർക്കും കിട്ടിയില്ല ഗൈസ്. പറഞ്ഞു അത് എനിക്ക് കാശ്മീര്, ഡൽഹി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ല. നടന്നത് തന്നെ പറഞ്ഞ അല്ല, നമ്മൾ ടൂർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എനിക്ക് എഴുതാനാണ് ഇഷ്ടം അതോ വായിക്കാനാണ്? 2 ഇഷ്ടമാണ്. വായിക്കാൻ നമുക്ക് മടിയാണ് സത്യം പറഞ്ഞാല്. 2 ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. 2 ഇഷ്ടമല്ല. ബുക്ക് വായിക്കും. അതും എല്ലാം നീ എന്തേലും പറ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല. അതന്നെ കാര്യം. സത്യം കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമില്ല ഗൈസ്. പറയും നമ്മൾക്ക് ഇഷ്ടമില്ല. നമ്മൾക്ക് വരയ്ക്കാനാണ് ഇഷ്ടം. അതെ, അതിഷ്ടം. പക്ഷെ വായിക്കാൻ എഴുതാൻ തീരെ ഇഷ്ടമല്ല. ഇതൊക്കെ കേൾക്കണ്ട നിങ്ങൾക്ക്? സത്യം. ഓക്കെ, കൂടിയിരുന്നോടി. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ഈ കോളേജിലേക്ക് ആദ്യമായിട്ട് വന്നു. എന്നിട്ട് ക്ലാസ്സിലേക്ക് കയറി. അപ്പൊ ഒരു സാറായിരുന്നു ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നെ. ആരായിരുന്നു? എത്രേ? 3. ഇനി എത്ര ചോദ്യം കൂടിയാ? 5 തവണ വരെ ഏട്ടാ നിർത്താ. ഓക്കെ,
അടുത്ത ഏതാ ക്വസ്റ്റ്യൻ? ഓക്കെ, ഞാൻ LKG തൊട്ട് അല്ല LKG, അതായത് LKG UKG ഞാൻ എത്ര വട്ടം പഠിച്ചിട്ടുണ്ട്? 3 4 2 3 മൂന്നാണോ? മൂന്നാണ്. നിനക്ക് അറിയില്ല. 3 വട്ടം. അവൾക്ക് അറിയാം. എനിക്ക് 4 മാർക്ക് കേട്ടോ. ഹോളി ഫാമിലി ദേവമാത മഠം. ഓക്കെ, അത് ഞാനാ. അടുത്ത ചോദ്യം. ഞാൻ എന്താ പറയാ, ഈ കോളേജിക്ക് മുമ്പ് ഒരു കോളേജിൽ പഠിച്ചത്. വിമല കേരള ആർമിക്ക് ചേർന്നു. വിമല പഠിച്ചത് കേരള ആർമി ചേർന്നു. ശരി, വിമല കോളേജ്. വിമല കോളേജുകളൊക്കെ 3. അപ്പൊ ഇത് പോരേ? ലാസ്റ്റ് ഒരു ചോദ്യം കൂടി ഉണ്ടല്ലേ? നീ പറഞ്ഞ ചോദ്യങ്ങൾ പറ. ഇനി ഒരു ചോദ്യം ഇവിടെ എനിക്ക് പറഞ്ഞൂടെ? ഈ ഒരു ചോദ്യം കൂടി ഉള്ളു കേട്ടോ. എന്റെ ബർത്ത്ഡേ എന്നാ? എനിക്കറിയില്ല കേട്ടോ. നവംബറാണ്. ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് എ മിനിറ്റ്, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ചിൽഡ്രൻസ് ഡേ അല്ല, അത് 14 നവംബർ. ഇവളിപ്പോ കുറച്ച് നേരത്തെ കൂടെ പറഞ്ഞു. 14 അല്ലേ? അല്ല, 16 30 30. നീ അപ്പൊ ചിൽഡ്രൻസ് ചിൽഡ്രൻസ് ഡേയുടെ മുന്നേന്ന് പറഞ്ഞാൽ ക്ലാസ് ഉണ്ടാവും. ഇവളുടെ മിസ്റ്റേക്ക് ഇവിടെ എന്നോട് പറഞ്ഞ ചിൽഡ്രൻസ് ഡേന്റെ അന്ന്. എന്റെ ഫോൺ ഞാൻ സേവ് ആക്കി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ ബർത്ത്ഡേ നവംബർ 30. നീ വാട്സപ്പ് എടുത്ത് നോക്ക്. തടി ഉണ്ടാവും. ഞങ്ങൾ അങ്ങനെ ഓർത്ത് അത് അവസാനം നോക്കാം. നമുക്ക് മറ്റേ ഒരു ചോദ്യം കൂടെ ഉണ്ട്. അല്ലെങ്കിൽ എന്റെ ചോദ്യം മറന്നു പോകും. ഗൈസ് നോക്ക്, നവംബർ 14 അന്ന് സേവ് ആക്കി വെച്ചു. ഗൈസ് നന്നായിട്ട് കാണാൻ ഇത് അത് അവള് സേവ് ചെയ്ത അല്ലല്ല. നീ എന്റെ നമ്പർ നോക്ക്. എന്താടി അന്ന് 14 ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി സേവ് ആക്കിയത്. ഞാൻ എല്ലാരും സേവ് ആക്കും ഗൈസ്. അപ്പൊ മറക്കാതിരിക്കാൻ വേണ്ടി സേവ് ആക്കിയത്. എന്ന് തപ്പാനാടി സെർച്ച് ചെയ്യും. അത് വിട്. ഇല്ല, ഞാൻ പറഞ്ഞു കൊടുത്തത് അവൾക്ക്. നീ കോൾ ഇതപ്പഴാ പറഞ്ഞേ? അല്ല, അന്നാ ഞാനിത് ഇവളോട് പറഞ്ഞു. എന്താ നീ പറഞ്ഞു പോരാത്തേന് നമ്മൾ നടന്നു പോകുമ്പോ ഇവിടെ എന്നോട് പറഞ്ഞു. അപ്പൊ ഇവളാണ്. അപ്പൊ ഞാൻ ജയിച്ചു ഗൈസ്. എനിക്ക് 5 മാർക്കായി. ജയിച്ചിട്ടില്ല. നവംബർ 13 പറഞ്ഞില്ലേ? എന്തായാലും അവസാനത്തെ ചോദ്യം. അവസാനത്തെ ചോദ്യം. ഈ ചോദ്യം പറയണ ആർക്കാണോ ലീഡ് മാർക്കുള്ള അവര് ജയിക്കും. നിനക്ക് എത്രയാ? 4 നിനക്ക് 3. ഓക്കെ, അപ്പൊ അവസാനത്തെ ചോദ്യം. എനിക്ക് എന്റെ ജീവിതത്തിലെ ലക്ഷ്യം കല്യാണം. ഗൈസ് ഞങ്ങള് 3 പേരും ഒരേ ഉത്തരം പറഞ്ഞു. ഇവരുടെ ലക്ഷ്യം എന്താ വെച്ചാൽ കല്യാണമാണ് ഗൈസ്. വേറൊരു ലക്ഷ്യമില്ല. ബികോം എന്തിനാ പഠിക്കണേ? കല്യാണം കഴിക്കാൻ. ഡിഗ്രി എങ്കിലും വേണം ഗൈസ്. അപ്പൊ ഗൈസ് ഞാൻ ജയിച്ചു. 6 മാർക്കായി ഗൈസ്. എനിക്ക് പറ്റില്ല. ലാസ്റ്റ് ചോദ്യം ചോദിക്കും ഞങ്ങൾക്ക് അറിയാത്തത്. പിന്നെ അതൊരു അറിയാത്തത്. അപ്പൊ എത്രക്ക് അറിയാം? ഈ ചോദ്യം ഒരുവിധം ചോദിച്ചതാണ്. എനിക്ക് സത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജയിക്കാൻ വേണ്ടിട്ട്. നവംബർ 30 ഞാൻ പറഞ്ഞു. എന്നിട്ട് നീ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു. ഫസ്റ്റ് പറയണ ഉത്തരം പറ. ഇനി ഈ ഒരു ചോദ്യം കൂടെ ഉള്ളു കേട്ടോ. ഈ ചോദ്യത്തിൽ ആരാണ് പറയുന്നത് അവര് ജയിക്കും. നിനക്ക് കൂടുതൽ മാർക്ക്. അതൊക്കെ പോയി. ഈ ഒരു ചോദ്യം ഇത് എന്ത് ചോദ്യമാണ് പറയാ? എന്തോ ഒരു ജാക്ക് പോട്ട് വിന്നറോ അങ്ങനെയൊക്കെ പറയില്ലേ? അപ്പൊ ഈ ഒരു ചോദ്യത്തിൽ ആരാണ് ഉത്തരം പറയാൻ അവരായിരിക്കും ഈ സെഗ്മെന്റിലെ വിന്നർ. അതെങ്ങനെയാണ്? വിന്നർക്കൊന്നും കിട്ടുന്നില്ല ഗൈസ്. 4 മാർക്ക്. 5 മാർക്ക്. 4 മാർക്ക് കൊടുക്ക്. ഞങ്ങക്ക് 3 മാർക്ക്. നീയാണ് ഉത്തരം പറയണേ. നീ ജയിച്ചു ഈ കളിയിൽ. നീ ജയിച്ചു. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോ മനസ്സിലാക്കാം. അവർക്ക് മനസ്സിലാവും. ഓക്കെ, എന്റെ അവസാന നിർണായക ചോദ്യം. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ റെഡ് ബ്ലാക്ക്.
യെല്ലോ ഒരെണ്ണം ഉറപ്പിക്ക്. നിനക്കെന്താ അറിയില്ലേ ഗൈസ്? പറ. ഗ്രീൻ. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബ്ലാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ബ്ലാക്ക് പറഞ്ഞേ. പക്ഷെ നീ യെല്ലോയിൽ ഉറപ്പിച്ചു തന്നില്ലേ? ഞാൻ അപ്പോഴും പറഞ്ഞു എനിക്ക് അറിയില്ലാന്ന് പറഞ്ഞു. കറക്റ്റ് അറിയില്ല. ബ്ലാക്കാ തോന്നുന്നുണ്ട്. അതോ യെല്ലോയോ പറയട്ടെ, എനിക്ക് റെഡും ബ്ലാക്കും ഇഷ്ടം. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, പക്ഷെ എനിക്ക് അറിയില്ല. നോർമലി ഗൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഇതില് നിങ്ങൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് റെഡും ബ്ലാക്ക് ആണോ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പക്ഷെ എന്ത് പറഞ്ഞാലും ഇവൾക്ക് അറിയാം, പക്ഷെ എനിക്ക് എന്തോ ഓർമ്മയില്ല. ഇത് എനിക്ക് അറിയില്ല. എന്നെ ഏറ്റവും കൂടുതൽ അറിയണത് അതെ, ഈ കോളേജിൽ ആദ്യമായിട്ട് വന്നിട്ട് പരിചയപ്പെട്ടത് അറിയുന്നുണ്ട്. ഞാനാണ് ആദ്യമായിട്ട് ഇവളോട് അങ്ങോട്ട് പോയി പരിചയപ്പെട്ടത്. ഇവളുണ്ടായിരുന്നു. ഞങ്ങള് മൂന്നാളും ആദ്യം ഞാൻ പറയാം, ഞങ്ങള് 3 പേര് ഇരിക്കുക. അപ്പോഴാണ് ഇവള് പെട്ടെന്ന് കയറുന്നത്. അപ്പൊ ഞാൻ വിളിച്ചൊരു ബോധമില്ലാതെ ഞാൻ എന്നിട്ട് ഇവളോട് പറഞ്ഞു അത് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു നമുക്ക് പരിചയപ്പെട്ടാലോ അവളെന്നെ പോയിട്ട് പാവല്ലേ പറഞ്ഞു. ഞാനാണ് ആദ്യം പോയിട്ട് കൈ കൊടുത്തിട്ട് ഞാൻ സ്നേഹം ഞാൻ ഫസ്റ്റ് പറഞ്ഞു. എന്നിട്ട് ഇവള് പറഞ്ഞു ഇവള് ഫസ്റ്റ് വന്ന് പറഞ്ഞോ, ഞാൻ വലിയ പഠിക്കൊന്നുമില്ല കേട്ടോ, എനിക്ക് പ്ലസ് ടു ഇത്രയും മാർക്കുള്ളൂ. ഭയങ്കര ഇംഗ്ലീഷ്. പിന്നെ ഫുഡ് കഴിക്കാൻ ഞാൻ ഒരു മുട്ട കൊതിച്ചാനിട്ട് ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ട് കേട്ടോ. അങ്ങനെയൊക്കെ കുറെ പറഞ്ഞു വന്നിട്ട് തന്നെ. പിന്നെ അപ്പം മാത്രം ഉണ്ടായിരുന്നു. വിമലത്തെ പുരാണം പറഞ്ഞു. അതെ ഗൈസ് ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ. നല്ല വെയിലല്ലേ, നല്ലൊരു അതെ ഇന്നത്തെ കണ്ടന്റ് ഇത്ര ഉള്ളു. അപ്പൊ ഇത്രയ്ക്ക് ഉള്ളു കേട്ടോ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ കമന്റ്